ഇന്നൊരു സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കട്ടോ. പിന്നെ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 മണി ഉലുവ ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, അതിന് വറ്റൽമുളക് കുറച്ച് കൊടുക്കാം. അതൊന്ന് ഇട്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കഴുകി അരിഞ്ഞു വെച്ച ഇഞ്ചി, ഇഞ്ചി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഈ പുളിഞ്ചി നല്ലപോലെ ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ കുറെ കാലം കേടാതെ സൂക്ഷിക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർക്കട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആവശ്യത്തിന് വേപ്പില ചേർക്കാം. ഫ്രഷ് ആയത് എടുക്കണം കേട്ടോ. വീട്ടിലുണ്ടാവുന്നതൊക്കെ എടുക്കാൻ നല്ലത്. നല്ലപോലെ വഴറ്റിയെടുത്താൽ ഇത് കേടുകൂടാതെ കുറെ നാൾ ഇരിക്കുള്ളൂ. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. മുളകൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ച് വെച്ചുള്ള പുളിവെള്ളമാണ്. ഉപ്പും ചേർത്ത് കൊടുക്കാം. പുളി നമ്മൾ കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കണം കേട്ടോ. ഇവിടെയൊക്കെ കോൽപ്പുളി എന്നാ പറയാ, പഴുത്ത പുളി. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരണം. ഇതുപോലെ വറ്റി വരുമ്പോഴേ നമുക്ക് ഉലുവയും കായവും പൊടിച്ചത് ചേർക്കാം. രണ്ടും ചൂടാക്കി പൊടിച്ചത് കേട്ടോ. പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കാൻ നല്ലപോലെ. പിന്നെ എടുത്ത് വെച്ച ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുക. മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ചേർക്കണം. നല്ലപോലെ വറ്റി വന്നിട്ട് പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം.